ഇന്ന് ഞാനൊരു ഗേൾ എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈന് നമുക്ക് മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഫേസ് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക് ത്രെഡ് 2 സ്റ്റാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഐബ്രോസ് ചെയ്തെടുക്കാനും 2 സ്റ്റാൻഡ്സിൽ തന്നെയാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ചിരിച്ചു കൊടുത്താണ് സ്റ്റിച്ചുകൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ലിപ്പ് ചെയ്തെടുക്കാനായിട്ട് റെഡ് കളറിലുള്ള ത്രെഡ് 2 സ്റ്റാൻഡ്സിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് പോർഷൻസ് ആയിട്ടാണ് ഹെയർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു താഴ്ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ത്രെഡ് 6 സ്റ്റാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. എത്ര ലെങ്ത്തിലുള്ള ഹെയർ ആണോ വേണ്ടത് ആ ഒരു സൈസ് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പല ലെങ്ത്തിലുള്ള ഹെയർ ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യത്തെ പോർഷനിൽ കുറച്ച് ഭാഗം ഷോർട്ടായിട്ടും പിന്നെ കുറച്ച് ഭാഗത്ത് ലോങ് ആയിട്ടുള്ള ഹെയർ ആണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യത്തെ കുറച്ച് പോർഷൻ അപ്പോൾ ഈ ഒരു ലെങ്ത്തിലുള്ള ഹെയർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. പോർഷനിൽ കുറച്ച് ലോങ് ആയിട്ടുള്ള ഹെയർ ആണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ എത്ര സൈസിലുള്ള ഹെയർ ആണോ വേണ്ടത് ആ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
ഫസ്റ്റ് ലെയർ ഹെയർ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു പോർഷനിലാണ് ഫ്ലവർ ചെയ്ത് കൊടുക്കാനുള്ളത്. ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ വൂവൺ വീൽ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 6 സ്റ്റാൻസിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കി 4 ഫ്ലവേഴ്സും ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ടോപ്പ് പോർഷനിലുള്ള ഹെയർ ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഫ്ലവർ ചെയ്തെടുത്താൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഫ്ലവർ ആദ്യം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഹെയർ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു പിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരുപാട് പതിഞ്ഞ് ഷേപ്പ്ലെസ് ആയി പോവാതെ കുറച്ച് പഫ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഹെയർ കിട്ടാനായിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പിന്നൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു എൻഡൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഹെയർ സ്റ്റിച്ച് ചെയ്തതിന് തൊട്ട് താഴെയായിട്ട് ഞാൻ ഇതുപോലെ ഒരു ലെയറിലൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര തിക്കായിട്ടാണോ വേണ്ടത് അത്രയും ലെയേഴ്സിൽ ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് ലോങ് ആയിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാ ഹെയറും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഗ്യാപ്പിൽ കുറച്ച് ലീഫുകളും കുറച്ച് ഫ്രഞ്ച് നോട്ടുമാണ് ചെയ്തെടുക്കാനുള്ളത്. ഫ്ലവേഴ്സിൻ്റെ സൈഡിലായി സ്ട്രൈറ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചുകൾ ചെയ്ത് കൊടുത്തുകൊണ്ടുള്ള ലീഫാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ലീഫ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രെഡ് 6 സ്റ്റാൻസിലാണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ കളറിലും വൈറ്റ് കളറിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് നോട്ടുകളാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നീഡിൽ ത്രെഡിന് ഇതുപോലെ 2 തവണ ചുറ്റി കൊടുത്തിട്ടുള്ള ഫ്രഞ്ച് നോട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 6 സ്റ്റാൻസിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ലീഫിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നോട്ടുകൾ ചെയ്തെടുക്കാം. ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുള്ള സെയിം ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് നോട്ടുകൾ തന്നെയാണ് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 6 സ്റ്റാൻസിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. നീഡിൽ 2-3 തവണ ചുറ്റിയെടുത്തിട്ടുള്ള നോട്ടുകൾ നമുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ കുറച്ച് പോർഷൻസിൽ കുറച്ച് തിക്കായിട്ടും പിന്നെ കുറച്ച് സ്കാറ്റേഡ് ചെയ്യുന്ന രീതിയിലാണ് നോട്ടുകൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കോംബ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. എൻഡ് പോർഷൻസ് എല്ലാം കട്ട് ചെയ്തൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഞാനിവിടെ പല സൈസിലുള്ള ഹെയറാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ലെയേഴ്സ് ആയിട്ട് കിടക്കാനായിട്ടാണ് ഇതുപോലെ പല സൈസിലും ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഹെയർ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിരിക്കാനായിട്ട് ഇതുപോലെ കത്രികയുടെ ഒരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.